വർഷം 2018. കൃത്യമായി പറഞ്ഞാൽ 2018 ജൂലൈ ഓഗസ്റ്റ് മാസം. കേരളത്തിൽ മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വർഷങ്ങളിൽ സംഭവിക്കുന്നത് പോലെ കാലവർഷം കേരളത്തിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നുവെന്ന് ജനങ്ങൾ മനസ്സിൽ കരുതുകയാണ്. എന്നാൽ ഇത്തവണ ഓരോ ദിവസം കഴിയും തോറും മഴ മുൻപുള്ള ദിവസത്തേക്കാൾ ഇരട്ടിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അസാധാരണമായത് എന്തോ നടക്കാനിരിക്കുന്നത് പോലെയായിരുന്നു ഈ ദുരിതപ്പെയ്ത്ത്. പതുക്കെ പതുക്കെ ജലാശയങ്ങൾ നിറഞ്ഞു കവിഞ്ഞു തുടങ്ങി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലേക്കോ എന്ന ഒരു ആശങ്ക ജനങ്ങളുടെ മനസ്സിലുണ്ടായി. എങ്കിലും വരും ദിവസങ്ങളിൽ മഴ തോരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു സംസ്ഥാനത്തെ ജനങ്ങൾ. എന്നാൽ തോരാതെ പെയ്ത മഴ കേരളത്തെ വലിച്ചിഴച്ചത് 2018 മഹാപ്രളയത്തിലേക്കായിരുന്നു. എന്റർടൈൻമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ആധുനിക കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 2018 പ്രളയ കഥയാണ്. അപ്പോൾ നമുക്ക് കഥ തുടരാം. പതുക്കെ പതുക്കെ കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുങ്ങിത്തുടങ്ങി. സംസ്ഥാനത്ത് മുഴുവൻ ബന്ധപ്പെട്ട അധികാരികൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. കേരളത്തിലെ മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും ഉണ്ടായി. അങ്ങനെ കേരളത്തെ പ്രളയം വിഴുങ്ങിത്തുടങ്ങി. ഇതിനിടയിൽ കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു തുടങ്ങി. ഇതിനെ തുടർന്ന് അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കുന്നതിലേക്കും ഇത് അണക്കെട്ടുകളിൽ നിന്ന് ശക്തമായി ജലം ഒഴുകി ഇറങ്ങുന്നതിലേക്കും ഈ ഒഴുക്ക് പ്രളയത്തിന്റെ ആഘാതം കൂട്ടുന്നതിലേക്കും വഴിവെച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിലെ 54 അണക്കെട്ടുകളിൽ 35 എണ്ണവും തുറന്നു വിടേണ്ടി വന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളെയും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രളയം ബാധിച്ചു. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ കരമനയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ജഗതി, കിള്ളിപ്പാലം, അട്ടക്കുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളിലും ജില്ലയിലെ മറ്റ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാവുകയാണ്. കൊല്ലം ജില്ലയിലെ 44 ഗ്രാമങ്ങളെ പ്രളയം വിഴുങ്ങി. ജില്ലയിൽ 94 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതും 4193 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതും കൊല്ലം ജില്ലയെ പ്രളയം എത്രത്തോളം ബാധിച്ചുവെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ്. പത്തനംതിട്ട ജില്ലയിൽ പ്രളയം ഏറെ ബാധിച്ചത് റാന്നി, ആറന്മുള, പന്തളം, നിരണം, തേവേരി, ഇരതോട്, കടപ്ര, മാന്നാർ എന്നീ മേഖലകളിലാണ്. ജില്ലയിലെ കക്കി, ആനത്തോട്, പമ്പ അണക്കെട്ടുകൾ തുറന്നുവിട്ടത് ആറന്മുള, റാന്നി തുടങ്ങിയ പരിസര പ്രദേശങ്ങളെ ദിവസങ്ങളോളം വെള്ളത്തിനടിയിലാക്കി. സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഈ ഡാമുകളിൽ നിന്നും ഒഴുകിയെത്തിയത് എന്നത് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം അച്ചൻകോവിൽ നദി കരകവിഞ്ഞൊഴുകിയതിനാൽ പന്തളം നഗരം പൂർണ്ണമായും വെള്ളത്തിലായി. ആയതിനാൽ ദിവസങ്ങളോളം MC റോഡ് വഴിയുള്ള ഗതാഗതവും സ്തംഭിച്ചു. ജില്ലയിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ പലപ്പോഴും ഹെലികോപ്റ്റർ വഴിയാണ് രക്ഷിച്ചത് എന്നത് ഈ പ്രളയത്തിന്റെ ഭീകരാവസ്ഥ വ്യക്തമാക്കുന്നതാണ്. ജില്ലയിൽ ആകെ 106 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കായലുകളും തോടുകളും കരകവിഞ്ഞൊഴുകി നഗരത്തിലേക്ക് വെള്ളം കയറി. ചെങ്ങന്നൂർ, പാണ്ടനാട്, ഇടനാട് എന്നീ പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. കുട്ടനാട്ടിലെ സ്ഥിതിയും ഭീകരമായിരുന്നു. ജില്ലയിൽ 700ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇതിൽ 50,000-ന് മുകളിൽ കുടുംബങ്ങൾ അഭയം തേടുകയുമുണ്ടായി. കോട്ടയം ജില്ലയുടെ കിഴക്ക്, പടിഞ്ഞാറ് മേഖലകളെ പ്രളയം വിഴുങ്ങി. കിഴക്കൻ മേഖലകളായ പാല, ഈരാറ്റുപേട്ട, തീക്കോയി, ഏന്തയാർ, മുണ്ടക്കയം, എരുമേലി, മണിമല ഭാഗങ്ങളിൽ ശക്തമായ മഴയും ഉരുൾപൊട്ടലുമുണ്ടായി.
മീനച്ചിലും മണിമലയാറും കരകവിഞ്ഞ് വലിയ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഇത് വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. പടിഞ്ഞാറൻ ഭാഗങ്ങളായ ചിങ്ങവനം, കുറിച്ചി, ചങ്ങനാശ്ശേരി, പായിപ്പാട് എന്നിവിടങ്ങളിൽ ആഴ്ചകൾ നീണ്ടുനിന്ന അതിതീവ്ര വെള്ളപ്പൊക്കമുണ്ടായി. ജില്ലയിൽ 450-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 60,000-ൽ പരം ആളുകൾ അഭയം തേടി. ഇനി ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ തിമിർത്തു പെയ്ത മഴ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2401 അടിക്ക് മുകളിലെത്തിച്ചു. ഈ അവസരത്തിൽ സെക്കൻഡിൽ ഏകദേശം 1024 ഘനമീറ്റർ എന്ന രീതിയിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഷട്ടറുകൾ ഓരോന്നായി തുറക്കേണ്ടി വന്നു. ഇത് ജില്ലയിലെ പ്രളയം ഇരട്ടിയാക്കി മാറ്റി. ചെറുതോണി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ തുറന്നുവിട്ടത് ചെറുതോണി നഗരത്തെ വെള്ളത്തിനടിയിലാക്കി. കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം ജില്ലയിലെ പല സ്ഥലങ്ങളും ഒറ്റപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. വൈദ്യുതിയും നെറ്റ്വർക്കും നിലച്ചതോടെ ഹൈറേഞ്ച് മേഖല പൂർണ്ണമായും ഒറ്റപ്പെടുകയുണ്ടായി. എന്തിനേറെ പറയുന്നു, മൂന്നാറിൽ നിരവധി സഞ്ചാരികൾ കുടുങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. നദികൾ കരകവിഞ്ഞൊഴുകിയത് ഗതാഗതം ദുഷ്കരമാക്കി. പ്രളയത്തിൽ ജില്ലയിലെ 92 പാതകളും 3 പാലങ്ങളും തകർന്നടിഞ്ഞതിനാൽ ജില്ലയുടെ പുറത്തേക്കുള്ള വഴികൾ അടയുന്ന അവസ്ഥയും ഉണ്ടായി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവ മൂലം ജില്ലയിൽ 10ഓളം പേർ മരിച്ചതായും കണക്കാക്കപ്പെടുന്നു. ഇതിൽ തന്നെ നെടുങ്കണ്ടത്ത് 10 വളവിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരണമടയുകയുണ്ടായി. എറണാകുളം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ഇടമലയാർ അണക്കെട്ടിന്റെ പൂർണ്ണ സംഭരണശേഷിക്ക് മുകളിൽ ജലമെത്തിയതോടെ അണക്കെട്ട് തുറന്നുവിടുകയുണ്ടായി. ഈ സംഭവം പെരിയാർ കരകവിഞ്ഞൊഴുകുവാൻ കാരണമായി. ഇതോടൊപ്പം ഇടുക്കി ഡാമിൽ നിന്നും ജലം ഒഴുകിയിറങ്ങുന്നുണ്ട് എന്നതും ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ്. ഇത് എറണാകുളം ജില്ലയെ സാരമായി ബാധിച്ചു. പെരിയാർ കരകവിഞ്ഞൊഴുകിയത് എറണാകുളം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി. പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കോതമംഗലം, കുന്നത്തുനാട്, കണയന്നൂർ, ആലുവ, കാലടി, അങ്കമാലി, പെരുമ്പാവൂർ തുടങ്ങിയ പ്രദേശങ്ങളെയാണ്. ആലുവ, ഏലൂർ, നോർത്ത് പറവൂർ എന്നിവിടങ്ങളിൽ ഭവനങ്ങളുടെ 2ാം നിലകളിൽ വരെ പ്രളയജലം ഉയർന്നു പൊങ്ങി. ജില്ലയിൽ ആകമാനം 250-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയുണ്ടായി. തൃശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രളയത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മറ്റു ജില്ലകളെ പ്രളയം വിഴുങ്ങി തുടങ്ങിയപ്പോൾ തൃശൂർ ജില്ല താരതമ്യേന സുരക്ഷിതമായിരുന്നു. എന്നാൽ പിന്നീട് തൃശൂർ ജില്ലയെയും പ്രളയം വിഴുങ്ങി തുടങ്ങി. ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകിയത് തൃശൂർ ജില്ലയുടെ തെക്കുഭാഗത്തെ സാരമായി ബാധിച്ചു. പെരിങ്ങൽകുത്ത് അണക്കെട്ടിലെ വെള്ളവും ചാലക്കുടി പുഴയിലെ വെള്ളവും ചാലക്കുടി പട്ടണത്തെയും സമീപ പ്രദേശങ്ങളെയും വെള്ളത്തിനടിയിലാക്കി. ഇതോടൊപ്പം മണ്ണിടിച്ചിലും മറ്റും തൃശൂർ ജില്ലയിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമാക്കി. പാലക്കാട് ജില്ലയും കനത്ത മഴയാൽ വലഞ്ഞു. ജില്ലയിൽ നദികൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ശേഖരീപുരം, കൽപ്പാത്തി, കഞ്ചിക്കോട് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പ്രളയക്കെടുതിയിൽ നെല്ലിയാമ്പതി പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുമുണ്ടായി. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കാരണം റോഡുകളും പാലങ്ങളും തകരുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ജില്ലയിലാകെ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പ്രളയം മലപ്പുറം ജില്ലയെയും സാരമായി ബാധിച്ചു. തുടർച്ചയായ മഴയും നിലമ്പൂർ, കാളിക്കാവ് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലും മൂലം കടലുണ്ടിപ്പുഴയിലെ വെള്ളം കരകവിഞ്ഞൊഴുകിയതാണ് മലപ്പുറം ജില്ലയെ പ്രളയ ദുരന്തത്തിലേക്ക് വലിച്ചിഴച്ചത്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ജില്ലയിൽ കനത്ത നാശനഷ്ടം വിതച്ചു. 2018 മെയ് 29 മുതൽ ഓഗസ്റ്റ് 24 വരെ പ്രളയ ദുരന്തത്തിൽപ്പെട്ട് 48 പേർ മരണപ്പെട്ടതായാണ് കണക്ക്. 12 ലക്ഷത്തിലധികം പേരെ ജില്ലയിൽ പ്രളയം നേരിട്ട് ബാധിക്കുകയുമുണ്ടായി. 2 ദിവസത്തോളം കടലുണ്ടിപ്പുഴയിലെ വെള്ളം ഉയർന്നു നിന്നതിനാൽ പുഴയ്ക്ക് ഇരുവശവുമുള്ള ഒട്ടനേകം വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ 540 വീടുകൾ പൂർണ്ണമായും 4241 വീടുകൾ ഭാഗികമായും തകർന്നു. വൻ കൃഷിനാശവും ജില്ലയിലുണ്ടായി.
മലപ്പുറം ജില്ലയിൽ പ്രളയത്തെ തുടർന്ന് ആകെ മൊത്തം 11,614 ലക്ഷം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കിൽ പറയുന്നത്. 615 ഹെക്ടർ നെൽകൃഷിയും 56,000 റബ്ബർ മരങ്ങളും 840 ഹെക്ടർ കപ്പ കൃഷിയും 671 ഹെക്ടർ പച്ചക്കറി കൃഷിയും പ്രളയം വിഴുങ്ങി. ദുരന്ത ഫലമായി ജില്ലയിൽ ആകെ 191 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കോഴിക്കോട് ജില്ലയും പ്രളയത്തിൽ മുങ്ങി. വനത്തിലുണ്ടായ ഉരുൾപൊട്ടലുകൾ ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. കനത്ത മഴയെ തുടർന്ന് പുഴകൾ കരകവിഞ്ഞൊഴുകി. കുറ്റ്യാടിപ്പുഴയിൽ 6 അടിയോളം വെള്ളമുയർന്നു. തൽഫലമായി ടൗണിലെ കടകളിൽ വെള്ളം കയറി. ജില്ലയിൽ ആകെ മൊത്തം 500 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ജില്ലയിൽ ആകെ 303 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13,700 കുടുംബങ്ങൾ അഭയം തേടി. വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ പ്രളയത്തെ തുടർന്ന് ജില്ല ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇടമുറിയാതെ പെയ്ത മഴ 10,000 കുടുംബങ്ങളെ ദുരിതത്തിലാഴ്ത്തി. ജില്ലയിലെ ഒരു പഞ്ചായത്തായ കോട്ടത്തറ പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകൾ ഒഴികെ മറ്റ് 10 വാർഡുകളും വെള്ളത്താൽ ചുറ്റപ്പെട്ടു. ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥ വയനാട്ടിൽ ഭീതി വിതച്ചു. ജില്ലയിലെ 126 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 13,916 പേർ അഭയം പ്രാപിച്ചു. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകളും മഴക്കെടുതിയും ജില്ലയെ പിടിച്ചുകുലുക്കുന്ന അവസ്ഥയുണ്ടാവുകയാണ്. ഇതിനെ തുടർന്ന് 80ഓളം വീടുകൾ പൂർണ്ണമായും 2,000ഓളം വീടുകൾ ഭാഗികമായും തകരുന്ന അവസ്ഥയുമുണ്ടായി. 635 ഹെക്ടർ കൃഷിനാശമുണ്ടായി. ചിലയിടങ്ങളിൽ കൃഷിഭൂമി പൂർണ്ണമായും ഒലിച്ചു പോകുന്ന അവസ്ഥയ്ക്ക് വരെ കണ്ണൂർ ജില്ലക്കാർ സാക്ഷ്യം വഹിച്ചു. ജില്ലയിൽ കൃഷിനാശത്തെ തുടർന്ന് മാത്രം 21.26 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിൽ 300ഓളം വീടുകളിൽ വെള്ളം കയറി. അയ്യങ്കുന്ന്, നുച്ച്യാട്, വയത്തൂർ, ചാവശ്ശേരി, വിളമന, കേളകം, ആറളം, ഇരിക്കൂർ, കൊട്ടിയൂർ, ഉളിക്കൽ തുടങ്ങിയ വില്ലേജുകളിൽ വളരെയധികം നാശനഷ്ടങ്ങളുമുണ്ടായി. ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് മാത്രം 198 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. അവസാനമായി കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കാസർഗോഡ് ജില്ല ഏറെക്കുറെ സുരക്ഷിതമായിരുന്നു. പലയിടത്തും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവുമൊക്കെ ഉണ്ടായെങ്കിലും ഇതൊന്നും വലിയ ദുരന്തത്തിലേക്ക് ജില്ലയെ തള്ളിയിട്ടില്ല. 2018 പ്രളയം മനുഷ്യരെ മാത്രമായിരുന്നില്ല ബാധിച്ചത്. ലക്ഷക്കണക്കിന് പക്ഷിമൃഗാദികളുടെ ജീവനും പ്രളയം കവർന്നെടുത്തു. മഹാപ്രളയത്തിലും ഉരുൾപൊട്ടലിലും പശുക്കൾ ഉൾപ്പെടെ 17,000ഓളം കന്നുകാലികൾ ചത്തൊടുങ്ങി. ഇത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിന് വരുത്തിവെച്ചത്. പ്രളയത്തെ തുടർന്ന് വ്യവസായ വാണിജ്യ മേഖലകളിൽ 10,000 കോടി രൂപയോളം നഷ്ടം സംസ്ഥാനത്തിനുണ്ടായി. തോരാതെ പെയ്ത മഴയും വിവിധ അണക്കെട്ടുകളിൽ നിന്നുള്ള കുത്തൊഴുക്കും മണ്ണിടിച്ചിലും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാക്കി. ഇത് കേരളത്തിലെ റോഡ്, ട്രെയിൻ ഗതാഗതത്തെയും അതുപോലെ വിമാന സർവീസുകളെയും സാരമായി ബാധിച്ചു. നിരവധി റോഡുകൾ വെള്ളത്തിനടിയിലാവുകയും ഒലിച്ചു പോവുകയും ചെയ്തു. അതുപോലെ നിരവധി പാലങ്ങൾ തകരുകയും ചെയ്തു. ഇക്കാരണത്താൽ ഗതാഗത മേഖലയിലും സംസ്ഥാനത്തിന് ഭീമൻ നഷ്ടമുണ്ടായി. ടൂറിസം മേഖലയിൽ 2,000 കോടിയോളം രൂപയുടെ നഷ്ടമാണ് 2018 പ്രളയം കേരളത്തിന് സമ്മാനിച്ചത്. പ്രളയം സംസ്ഥാനത്തെ കാർഷിക മേഖലയെ പൂർണ്ണമായും വിഴുങ്ങി. ശക്തമായ കാറ്റും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അനേകം കർഷകരുടെ ജീവനെടുക്കുകയും അവരുടെ ജീവനോപാധികൾ ഇല്ലാതാക്കുകയും ചെയ്തു. പ്രളയത്തിൽ നശിക്കാത്ത യാതൊരു വിളകളും സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതായിരുന്നു വാസ്തവം. ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് നെല്ല്, വാഴ തുടങ്ങിയ വിളകൾക്കായിരുന്നു. കതിരണിഞ്ഞ ഏക്കർ കണക്കിന് വയലേലകൾ കുത്തി ഒഴുകിയെത്തിയ മലവെള്ളത്തിൽ മുങ്ങിപ്പോയത് കേരളത്തിലെ ഓരോ കർഷകന്റെയും ഹൃദയം തകർത്തു. കാർഷിക മേഖലയിൽ മാത്രം 1,000 കോടി രൂപയുടെ നഷ്ടമാണ് പ്രളയം വരുത്തി തീർത്തത്. കൂടാതെ തങ്ങളുടെ ജീവനോപാധി നഷ്ടപ്പെട്ട കർഷകർ സംസ്ഥാനത്ത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു.
അങ്ങനെ കേരള സംസ്ഥാനത്തെ പൂർണ്ണമായും പ്രളയം വിഴുങ്ങിത്തുടങ്ങി. പേമാരിയിലും പ്രളയത്തിലും സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ സംവിധാനവും താറുമാറായി. 25 ലക്ഷം ആളുകളുടെ വൈദ്യുതി കണക്ഷൻ നഷ്ടപ്പെട്ടു. ഇതോടുകൂടി ഇരച്ചു വരുന്ന വെള്ളത്തെ ഇരുട്ടിൽ തപ്പി നേരിടേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടു. നിസ്സഹായരായ ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞു. പക്ഷേ കേരള ജനത ഈ പ്രളയത്തിനു മുന്നിൽ പെട്ടെന്നങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് തങ്ങളാൽ കഴിയും വിധം മറ്റുള്ളവരെ സഹായിക്കാൻ സംസ്ഥാനത്തെ ജനങ്ങൾ മുന്നിട്ടിറങ്ങി. അതെ, കേരളം ഒത്തൊരുമിച്ച് പ്രളയത്തെ ചെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജില്ലാ കളക്ടർമാരും കേന്ദ്ര സേനകളും പോലീസ് സംവിധാനവും മറ്റ് സന്നദ്ധ സംഘടനകളും മതനേതാക്കളും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഓരോ പ്രദേശത്തെ ക്ലബ്ബുകളുമൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. അഗ്നിരക്ഷാസേനയും സൈന്യവും വ്യോമസേനയും കരസേനയും നാവികസേനയുമൊക്കെ തങ്ങളുടെ പക്കലുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഓപ്പറേഷൻ കരുണ, ഓപ്പറേഷൻ സഹയോഗ്, ഓപ്പറേഷൻ മദദ് എന്നീ പേരുകളിൽ ഇവർ തങ്ങളുടെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. സേനകൾ എത്തുന്നതിന് മുൻപേ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും കാര്യം രക്ഷാപ്രവർത്തനത്തിൽ എടുത്തു പറയേണ്ടതാണ്. പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലെ അതിരൂക്ഷമായ പ്രളയക്കെടുതിയിൽ നിരവധി ജീവനുകൾ രക്ഷിച്ചത് സംസ്ഥാനത്തെ മത്സ്യബന്ധന ബോട്ടുകളും അവയിലെ മത്സ്യത്തൊഴിലാളികളുമാണ്. 94 മത്സ്യബന്ധന ബോട്ടുകളാണ് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിൽ എത്തിച്ചത്. മീൻപിടുത്തത്തിന് ഉപയോഗിക്കുന്ന ചെറുവള്ളങ്ങൾ മുതൽ വലിയ ബോട്ടുകൾ വരെ പ്രളയസമയത്ത് രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. കൂടാതെ ദുരന്തം കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആത്മധൈര്യവും വിവേകപൂർണമായ ഇടപെടലുകളും രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കി തീർത്തു. പ്രളയാനന്തരം നിരവധി രാജ്യങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും പല സ്വകാര്യ വ്യക്തികളും സാമ്പത്തികമായി കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2018 ഓഗസ്റ്റ് 29 വരെ ഏകദേശം 730 കോടിയോളം രൂപ സമാഹരിക്കപ്പെട്ടു. അങ്ങനെ കേരളം ഒറ്റക്കെട്ടായി 2018 മഹാപ്രളയത്തെ അതിജീവിക്കുകയും ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്ങളുടെ പേര് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ 2018 മഹാപ്രളയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. 2018 മഹാപ്രളയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.